റാപ്പർ വേടനെതിരെ മറ്റൊരു ലൈംഗിക അതിക്രമ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സംഗീത ഗവേഷക വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. സാലി ചേരുകയാണ്. സാലി, വീണ്ടും ഒരു കേസ് കൂടിയാണ് വേടനെതിരെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് നമുക്കറിയുന്ന പോലെ ഈ തൃക്കാക്കരയിലെ കേസിൽ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് രണ്ട് യുവതികൾ വേടനെതിരെ പരാതി സമർപ്പിച്ചിരുന്നു. ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവിധ കേന്ദ്രങ്ങളിലേക്ക്, അതായത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയിരുന്നു. അതിൽ ഒരു സംഭവം നടക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ എറണാകുളം സെൻട്രൽ പോലീസിലേക്കാണ് ആ കേസ് എത്തിയത്. അവർ FIR ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ടിട്ടുണ്ട്. അതിൽ പോലീസ് ഈ പരാതിക്കാരി പറയുന്നത് 2020 ഡിസംബർ 20-ന് തന്നെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് വേടൻ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരു സംഗീത ഗവേഷക വിദ്യാർത്ഥിനിയാണ് ഈ പരാതിക്കാരിയായ പെൺകുട്ടി. പക്ഷെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു, താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. IPC 294, 354, 354A1, കേരള പോലീസ് ആക്ട് 119A, അതായത് ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല പരാമർശങ്ങൾ, പദപ്രയോഗങ്ങൾ നടത്തൽ, അങ്ങനെ കുറെ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ പരാതിക്കാരി കേരളത്തിലില്ല, കേരളത്തിന് പുറത്താണ് എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ആ പെൺകുട്ടിയെ ലഭ്യമായാൽ ഉടൻ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഈ വകുപ്പുകളുടെ ഒരു പ്രതിസന്ധി വേടനെ സംബന്ധിച്ചിടത്തോളം ഇതും ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ വേടനെതിരെ മുൻപെടുത്ത ഒരു കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിരുന്നു. ഇന്ന് അതിൽ വാദം നടന്നു. അല്പം മുമ്പ് അതിൽ വാദം പൂർത്തിയാവുകയും ചെയ്തു. ബുധനാഴ്ചത്തേക്ക് കേസ് വിധി പറയാൻ മാറ്റിയിട്ടുമുണ്ട്. വേടനെ സംബന്ധിച്ചിടത്തോളം ആ കേസിലെ വിധിയും നിർണായകമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ വേടന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടതായി വരും. ആ ഒരു സാഹചര്യമുണ്ടോ, കോടതി എന്താണ് പറയുന്നത് ബുധനാഴ്ച എന്നുള്ളത് നിർണായകമാണ്. അതിനിടെയാണ് പുതിയൊരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാലിയാണ് വിവരങ്ങൾ നൽകിയത്.